ഹലോ! ഈ സെക്ഷനിലേക്ക് സ്വാഗതം. അലങ്കാര പാറ്റേണുകൾ സൃഷ്ടിക്കുന്നതിനായി മുടിയുടെ ഇഴകൾ പരസ്പരം കോർക്കുന്ന ടെക്നിക്കാണ് ഹെയർ ബ്രെയ്ഡിംഗ്. വിവിധ തരത്തിലും നീളത്തിലുമുള്ള മുടികളിൽ പ്രയോഗിക്കാവുന്ന ഒരു സവിശേഷ സ്റ്റൈലിംഗ് രീതിയാണിത്. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും: ഫിഷ് ടെയിൽ ബ്രെയ്ഡ് ചെയ്യുക, ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്യുക, കൂടാതെ അപ്സൈഡ് ഡൗൺ ബ്രെയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് ബ്രെയ്ഡിംഗ് നടപടിക്രമത്തിന് സാധാരണയായി ആവശ്യമുള്ള ഉപകരണങ്ങളും സാധനങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇനി പറയുന്ന ഉപകരണങ്ങളും സാധനങ്ങളും ആവശ്യമാണ്: ചീപ്പ്, ബ്രഷ്, ഹെയർ ക്ലിപ്പുകൾ, മുടി കെട്ടാൻ ഉപയോഗിക്കുന്ന ചരട്, ഹെയർ ആക്സസറികൾ, ഹെയർ ജെൽ അല്ലെങ്കിൽ വാക്സ്, കൂടാതെ സെറം. അണുബാധ തടയുന്നതിനായി എല്ലാ ഉപകരണങ്ങളും അണുവിമുക്തമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നടപടിക്രമത്തിനു മുമ്പ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ കഴുകുക. ഇനി ഫിഷ് ടെയിൽ ബ്രെയ്ഡിന്റെ നടപടിക്രമം നോക്കാം. നടപടിക്രമത്തിലെ ഓരോ ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. ഘട്ടം 1: ഹെയർ പ്രോഡക്റ്റ് പ്രയോഗിക്കുക. ഘട്ടം 2: മുടി ബ്രഷ് ചെയ്യുക. ഘട്ടം 3: മുടി 2 ഭാഗങ്ങളായി പകുക്കുക. ഘട്ടം 4: നടപടിക്രമം ആരംഭിക്കുക. ഘട്ടം 5: ബ്രെയ്ഡ് ഉറപ്പിക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങളും വിശദമായി നോക്കാം. വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ മുടിയിൽ വേണം ചെയ്തു തുടങ്ങാൻ. മുടിക്ക് അടുക്കും ഉറപ്പും കിട്ടാൻ നിങ്ങൾക്ക് മൂസ്, സെറം അല്ലെങ്കിൽ ടെക്സ്ചറൈസിംഗ് സ്പ്രേ പോലുള്ള ചില ഹെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കാം. കുരുക്കുകളും കെട്ടുകളും നീക്കം ചെയ്യാൻ മുടി നന്നായി ബ്രഷ് ചെയ്യുകയോ ചീകുകയോ ചെയ്യുക. മുടി മുഴുവനും പിന്നിലേക്കെടുത്ത് പിന്നിലേക്ക് ശേഖരിച്ച് 2 തുല്യ ഭാഗങ്ങളായി പകുക്കുക. ഒരു ഭാഗം നിങ്ങളുടെ ഇടത് കൈയിലും മറ്റൊന്ന് വലത് കൈയിലും പിടിക്കുക. നിങ്ങളുടെ വലത് കൈ ഉപയോഗിച്ച് വലതുഭാഗത്തിന്റെ പുറം അറ്റത്ത് നിന്ന് കുറച്ച് മുടി എടുക്കുക. ഫിഷ് ടെയിൽ ബ്രെയ്ഡിന്റെ സങ്കീർണമായ രൂപം നിലനിർത്താൻ സ്ട്രാൻഡ് ചെറുതാണെന്ന് ഉറപ്പാക്കുക. മുമ്പത്തെ ഘട്ടത്തിൽ നിങ്ങളെടുത്ത ചെറിയ മുടി വലതുഭാഗത്തിന് മുകളിലൂടെ കൊണ്ടുവന്ന് ഇടതുഭാഗവുമായി ബന്ധിപ്പിക്കുക. ഈ സമയത്ത് ചെറിയ മുടിയിഴകൾ ഇടതുഭാഗത്തിന്റെ ഭാഗമായിരിക്കണം. വലതുഭാഗം ചെറുതായി കനം കുറഞ്ഞതായിരിക്കണം. ഇനി മറ്റേ കൈകൊണ്ട് പ്രക്രിയ ആവർത്തിക്കുക. നിങ്ങളുടെ ഇടത് കൈ ഉപയോഗിച്ച് ഇടതുഭാഗത്തിന്റെ പുറം അറ്റത്ത് നിന്ന് കുറച്ച് മുടി എടുക്കുക. ആദ്യം നിങ്ങൾ എടുത്ത കുറച്ചു മുടി ഇടതുഭാഗത്തിന് മുകളിലൂടെ കൊണ്ടുവന്ന് വലതുഭാഗവുമായി ബന്ധിപ്പിക്കുക. ഇത് ഫിഷ് ടെയിൽ ബ്രെയ്ഡിന്റെ ഒരു ബ്രെയ്ഡ് പൂർണ്ണമാക്കുന്നു. ഈ രീതിയിൽ ബ്രെയ്ഡിംഗ് തുടരുക. ഇരുവശത്തേക്കും മാറി മാറി മുടിയിഴകൾ ചേർക്കുക. ഓരോ ബ്രെയ്ഡ് പൂർത്തിയാവുമ്പോഴും നിങ്ങൾ ഒരു വശത്തു നിന്നും കുറച്ചുകൂടി മുടിയെടുത്ത് മുകളിലൂടെ മറുവശത്തുള്ള മുടിയിലേക്ക് ചേർക്കും. ഇത് ഫിഷ് ടെയിൽ ബ്രെയ്ഡിന് വ്യക്തമായി പിന്നിയ രൂപം കൊടുക്കുന്നു. ആവശ്യമുള്ള നീളം എത്തുന്നതുവരെ തുടരുക. നിങ്ങൾക്ക് മുടിയുടെ അറ്റം വരെ ബ്രെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒരു പ്രത്യേക പോയിന്റിൽ നിർത്താം. ഒരേപോലെയും ഭംഗിയുള്ളതും ആയിരിക്കാൻ മുടിയിഴകൾ എടുക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെ ഒരേ ഘനത്തിൽ എടുക്കാൻ ഓർക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള നീളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഹെയർ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു അലങ്കാര ഹെയർ ടൈ ഉപയോഗിച്ച് ബ്രെയ്ഡ് ഉറപ്പിക്കുക. അയഞ്ഞിരിക്കുന്ന മുടിയിഴകൾ ഒതുക്കി വയ്ക്കാൻ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ബോബി പിന്നുകളും ഉപയോഗിക്കാം. നിങ്ങൾ ബ്രെയ്ഡിൽ ചില ആക്സസറികൾ അണിയാം: കൃത്രിമ പുഷ്പം, ആഭരണങ്ങൾ എന്നിങ്ങനെ. ഓർക്കുക, പരിശീലനം എന്തിനേയും മികച്ചതാക്കുന്നു. അതിനാൽ നിങ്ങളുടെ ആദ്യ ശ്രമം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ആയില്ലെങ്കിൽ വിഷമിക്കേണ്ട. കുറച്ച് പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് മനോഹരമായ ഫിഷ് ടെയിൽ ബ്രെയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്രഞ്ച് ബ്രെയ്ഡിന്റെ നടപടിക്രമം നോക്കാം. നടപടിക്രമങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ ഇപ്രകാരമാണ്. ഘട്ടം 1: മുടി തയ്യാറാക്കുക. ഘട്ടം 2: മുടി ബ്രഷ് ചെയ്യുക. ഘട്ടം 3: മുടി പകുക്കുക.
ഘട്ടം 4 ബ്രെയ്ഡിംഗ് ആരംഭിക്കുക. ഘട്ടം 5 ബ്രെയ്ഡ് ഉറപ്പിക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങളും വിശദമായി നോക്കാം. മുടി വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കുക. ഉറപ്പ് കിട്ടാനായി ചെറിയ അളവിൽ സ്റ്റൈലിംഗ് ഉൽപ്പന്നമോ ഹെയർ സ്പ്രേയോ ഉപയോഗിക്കുക. ക്ലയന്റിന്റെ തലമുടി നന്നായി ബ്രഷ് ചെയ്ത് കുരുക്കുകൾ നീക്കി കെട്ടുകളില്ലാതെ മൃദുവാക്കുക. ഫ്രഞ്ച് ബ്രെയ്ഡ് ആരംഭിക്കുന്നതിന് തലയുടെ മുകൾ ഭാഗത്ത് നിന്ന് മുടിയുടെ ഒരു ചെറിയ ഭാഗം ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ നെറ്റി തലയുടെ മുകൾ ഭാഗത്ത് ചേരുന്ന മുടിയിൽ നിന്ന് ആരംഭിക്കുക. അതിന്റെ പ്ലേസ്മെന്റിനായി തന്ത്രപരമായി തിരഞ്ഞെടുത്ത ഈ പ്രാരംഭ വിഭാഗം ഫ്രഞ്ച് ബ്രെയ്ഡിന്റെ ആരംഭ പോയിന്റായി വർത്തിക്കും. നിങ്ങൾ ബ്രെയ്ഡ് നെയ്തെടുക്കുമ്പോൾ അധിക സ്ട്രോണ്ടുകൾ തടസ്സമില്ലാതെ സംയോജിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത മുടിയുടെ ചെറിയ ഭാഗം 3 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക. നിങ്ങളുടെ ഇടത് കൈകൊണ്ട് ഇടത് ഭാഗവും വലത് കൈകൊണ്ട് മധ്യഭാഗവും വലതു ഭാഗവും പിടിക്കുക. ബ്രെയ്ഡ് ആരംഭിക്കുന്നതിന് വലതുഭാഗം നടുഭാഗത്തിന് മുകളിലൂടെ കൊണ്ടുവന്ന് അപ്പുറത്തേക്ക് വെക്കുക. അപ്പോൾ വലതുഭാഗം നടുഭാഗമായി മാറുന്നു. തുടർന്ന് ഇടതുഭാഗം നടുഭാഗത്തിന് മുകളിലൂടെ കൊണ്ടുവന്ന് ഇപ്പുറത്തേക്ക് വെക്കുക. അപ്പോൾ ഇടതുഭാഗം പുതിയ നടുഭാഗമായി മാറുന്നു. അടിസ്ഥാനപരമായി നിങ്ങൾ വലത് ഇടത് പകുക്കലുകൾ നടുഭാഗത്തിന് മുകളിലൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പിന്നുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ പിന്നൽ പൂർത്തിയാക്കിയ ശേഷം ബ്രെയ്ഡിലേക്ക് കൂടുതൽ മുടി ചേർക്കുക. നിങ്ങൾ വലതുഭാഗത്തെ മുടി നടുവിലേക്ക് വയ്ക്കുമ്പോൾ നിങ്ങളുടെ തലയുടെ വലതുവശത്തു നിന്ന് കുറച്ചു മുടി വലതുഭാഗത്തേക്ക് ചേർക്കുക. അതുപോലെ നിങ്ങൾ ഇടതുഭാഗത്തെ മുടി നടുവിലേക്ക് വയ്ക്കുമ്പോൾ തലയുടെ ഇടതുവശത്തു നിന്ന് കുറച്ചു മുടി ഇടതുഭാഗത്തേക്ക് ചേർക്കുക. ഇങ്ങനെ നടുവിലേക്ക് കുറച്ചു മുടി വലതുവശത്തു നിന്നും പിണച്ചു ചേർത്ത് കുറച്ചു മുടി ഇടതുവശത്തു നിന്നും നടുവിലേക്കും പിണച്ചു ചേർത്ത് വെക്കുന്നത് ആവർത്തിക്കുക. ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്യുന്നത് തുടരുമ്പോൾ നെയ്തതുപോലെയുള്ള പിന്നൽ രൂപപ്പെടും. നിങ്ങൾ ബ്രെയ്ഡിംഗ് തുടരുമ്പോൾ നടുവിലേക്ക് പിണച്ചു ചേർക്കുന്നതിന് മുൻപ് അതാതു വശങ്ങളിൽ നിന്നും കുറേശ്ശെ മുടിയെടുത്ത് ചേർക്കണം. ബ്രെയ്ഡിൽ വ്യക്തത നിലനിർത്താൻ ഓരോ ഭാഗങ്ങളും വൃത്തിയുള്ളതും വെവ്വേറെയും ആയിരിക്കണം. കഴുത്തിന്റെ അഗ്രഭാഗത്ത് എത്തുന്നതുവരെ മുടി ചേർത്തും ഭാഗങ്ങൾ പിണച്ചു ചേർത്തും ഫ്രഞ്ച് ബ്രെയ്ഡ് തുടരുക. ഇപ്പോഴേക്കും നിങ്ങൾ മുടി മുഴുവൻ ബ്രെയ്ഡിൽ ഉൾപ്പെടുത്തിയിരിക്കണം. മുടി മുഴുവൻ ചേർത്ത് കഴിഞ്ഞിട്ട് കൂടുതൽ മുടി ചേർക്കാതെ ബ്രെയ്ഡിംഗ് തുടരുക. അവശേഷിക്കുന്ന മുടി ഒരു സാധാരണ 3 സ്ട്രാൻഡ് ബ്രെയ്ഡിൽ അറ്റം എത്തുന്നതുവരെ ബ്രെയ്ഡ് ചെയ്യുക. അവസാനം ഫ്രഞ്ച് ബ്രെയ്ഡ് ഒരു ഇലാസ്റ്റിക് ഉപയോഗിച്ച് ഉറപ്പിക്കുക. ബ്രെയ്ഡ് ആക്സസറൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ സ്റ്റൈൽ പ്രദർശിപ്പിക്കാനും ബ്രെയ്ഡ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂടുതൽ സുന്ദരമാക്കാനും സാധിക്കും. പ്രക്രിയയിൽ പ്രാവീണ്യം നേടാൻ കുറച്ച് പരിശീലനം വേണ്ടിവന്നേക്കാം, പ്രത്യേകിച്ചും നിങ്ങൾ ഫ്രഞ്ച് ബ്രെയ്ഡിംഗ് പുതിയതായി പഠിക്കുകയാണെങ്കിൽ. സമയമെടുത്ത് ക്ഷമയോടെ ചെയ്യുക. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ ശരിയായില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് പരിശീലനത്തിലൂടെ മനോഹരമായ ഫ്രഞ്ച് ബ്രെയ്ഡുകൾ ചെയ്യാൻ സുഖമായി കൂടുതൽ പ്രാവീണ്യം നേടാം. ഇനി നമുക്ക് അപ്സൈഡ് ഡൗൺ ബ്രെയ്ഡിന്റെ നടപടിക്രമം നോക്കാം. നടപടിക്രമങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ ഇപ്രകാരമാണ്. ഘട്ടം 1 ഹെയർ പ്രോഡക്റ്റ് ഉപയോഗിക്കുക. ഘട്ടം 2 മുടി ബ്രഷ് ചെയ്യുക. ഘട്ടം 3 മുടി പകുക്കുക. ഘട്ടം 4 ബ്രെയ്ഡിംഗ് ആരംഭിക്കുക. ഘട്ടം 5 ബ്രെയ്ഡ് ഉറപ്പിക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങളും വിശദമായി നോക്കാം. വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ മുടിയിൽ വേണം ചെയ്തു തുടങ്ങാൻ. മുടിക്ക് അടുക്കും ഉറപ്പും കിട്ടാൻ നിങ്ങൾക്ക് മൂസ്, സെറം അല്ലെങ്കിൽ ടെക്സ്ചറൈസിംഗ് സ്പ്രേ പോലുള്ള ചില ഹെയർ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാം. കെട്ടുകൾ നീക്കി സുഗമമായി മുടിയിൽ പ്രവർത്തിക്കാനായി മുടി നന്നായി ബ്രഷ് ചെയ്യുക. തലമുടി ചെവിക്ക് മുകളിൽ നിന്ന് ചെറുതായി വളച്ച് പകുത്തെടുത്ത് തലയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് തൽക്കാലത്തേക്ക് ആ ഭാഗം ക്ലിപ്പ് ചെയ്തു വെക്കുക. നിങ്ങളുടെ വിരലോ ചീപ്പോ ഉപയോഗിച്ച് മുടി നടുക്ക് പകുക്കുക. കഴുത്തിന്റെ അഗ്രത്തിൽ നിന്ന് ആരംഭിച്ച് തലയുടെ അടിഭാഗത്തു നിന്നും കുറച്ച് മുടിയെടുക്കുക.
അതിനെ 3 തുല്യ ഭാഗങ്ങളായി പകുക്കുക. ഇടതുവശം, നടുഭാഗം, വലതുവശം എന്നിങ്ങനെ. നടുഭാഗത്തിന് മുകളിലൂടെ വലതുഭാഗം പിണച്ചു വയ്ക്കുക. തുടർന്ന് ഇടതുഭാഗം നടുഭാഗത്തേക്ക് പിണച്ചു വയ്ക്കുക. ഇവിടെ നിന്നാണ് ബ്രെയ്ഡ് തുടങ്ങുന്നത്. നിങ്ങൾ ബ്രെയ്ഡിംഗ് തുടരുമ്പോൾ നടുഭാഗത്തേക്ക് പിണച്ചു വയ്ക്കുന്നതിന് മുമ്പ് പുറത്തെ വശങ്ങളിൽ കുറേശ്ശെ മുടി ചേർക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന് തലയുടെ ഇടതുവശത്ത് നിന്ന് കുറച്ച് മുടിയെടുത്ത് കഴുത്തിന് സമീപം ബ്രെയ്ഡിന്റെ ഇടതുവശത്തേക്ക് ചേർക്കുക. എന്നിട്ട് വലതുവശം നടുവിലേക്ക് പിണച്ചു ചേർക്കുക. അടുത്തതായി തലയുടെ വലതുവശത്ത് കഴുത്തിന്റെ അഗ്രഭാഗത്ത് നിന്ന് കുറച്ച് മുടിയെടുത്ത് ബ്രെയ്ഡിന്റെ വലതുഭാഗത്ത് ചേർക്കുക. ഇടതുവശം നടുവിലേക്ക് പിണച്ചു ചേർക്കുക. ബ്രെയ്ഡ് മുറുകിയിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ രീതി ആവർത്തിക്കുക. തലയുടെ ഇരുവശത്തു നിന്നും കുറേശ്ശെ മുടി ബ്രെയ്ഡിന്റെ നടുഭാഗത്തുകൂടി പുറം ഭാഗങ്ങളിലേക്ക് പിണച്ച് ചേർക്കുക. ഈ രീതിയിൽ ബ്രെയ്ഡിംഗ് തുടർന്ന് ക്രമേണ തലയുടെ മുകളിലേക്ക് എത്തുന്നു. നിങ്ങൾ മുകളിലേക്ക് നീങ്ങുമ്പോൾ തലയ്ക്ക് ചുറ്റുമുള്ള മുടി ശേഖരിച്ച് ബ്രെയ്ഡിൽ ഉൾപ്പെടുത്തുക. പിന്നലുമായി മുന്നോട്ടു പോകുമ്പോൾ ബ്രെയ്ഡ് മുറുകിയിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ തലയുടെ മുകളിലോ അവസാനിപ്പിക്കേണ്ട പോയിന്റിലോ എത്തിക്കഴിഞ്ഞാൽ ബ്രെയ്ഡിന്റെ അറ്റം ഒരു ഹെയർ ടൈ ഉപയോഗിച്ച് ഉറപ്പിക്കുക. പിന്നിലെ ബ്രെയ്ഡ് ക്രമീകരിക്കാൻ വശങ്ങളിൽ പതുക്കെ വലിക്കുക. മുകളിലെ ഭാഗം വിട്ടിട്ട് ആ ഭാഗവും ബ്രെയ്ഡും ഒരു പോണിടെയിലിൽ യോജിപ്പിക്കുക. ബാക്കിയുള്ള ബ്രെയ്ഡ് പുറത്തെടുത്ത് ഒരു ബൺ ഉണ്ടാക്കുക. അവസാന ക്രമീകരണങ്ങൾ നടത്തുക. ഏതെങ്കിലും അയഞ്ഞ സ്ട്രോണ്ടുകൾ അല്ലെങ്കിൽ പാറിപ്പറന്ന മുടിയിഴകൾ ഉണ്ടെങ്കിൽ ബോബി പിന്നുകൾ കൊണ്ട് ഉറപ്പിക്കുക. ബ്രെയ്ഡിലേക്ക് ആക്സസറികൾ ചേർക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടാനുസൃതം കൂടുതൽ മനോഹരമാക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റിവേഴ്സ് ഫ്രഞ്ച് ബ്രെയ്ഡുകൾ വിജയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്റ്റൈലിഷ് ഹെയർ സ്റ്റൈൽ ആസ്വദിക്കൂ. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ സെക്ഷനിൽ നിന്നും നിങ്ങൾ ഫിഷ് ടെയിൽ ബ്രെയ്ഡിംഗ് ടെക്നിക്, ഫ്രഞ്ച് ബ്രെയ്ഡിംഗ് ടെക്നിക്, കൂടാതെ റിവേഴ്സ് ഫ്രഞ്ച് ബ്രെയ്ഡിംഗ് ടെക്നിക് എന്നിവ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.